മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പാഹി മാം ദേവദേവ പാവനരൂപ, പാഹി മാം ദേവദേവ പാവനരൂപ, പാഹി മാം ദേവദേവ. മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന, മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാലോകയാം പരമേശ, പാഹി മാം ദേവദേവ പാവനരൂപ, പാഹി മാം ദേവദേവ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ MG രാജൻ, ആസാം. പ്രാർത്ഥനകൾ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യശ്രോതാവിന് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. 2020 എന്ന് നാം ആവേശത്തോടെ പറഞ്ഞെതിരേറ്റ 2020 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ലോകത്തെ മുഴുവനും പിടിച്ചുകുലുക്കിയ ഒരു മാരക രോഗം വിശ്വാസഗോളത്തെ സാരമായി ബാധിച്ചു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഈ രോഗം ചിലർക്ക് ഗുണവും ചിലർക്ക് സങ്കടവുമായി ഭവിച്ചു. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറയത്തക്ക വിധ വിശ്വാസികൾക്ക് ഇതൊരാശ്വാസമായി. എന്നാൽ ഒരാഴ്ച പോലും ആരാധനയ്ക്ക് മുടക്കം വരരുത് എന്നാഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് ഇത് വളരെ ഹൃദയവേദനയ്ക്ക് കാരണമായി ഭവിച്ചു. ഭവനങ്ങളിൽ ആരാധിച്ചു എങ്കിലും സഭയിൽ കൂടി വന്ന് ആരാധിക്കുന്നതിൻ്റെ ആനന്ദവും സുഖവും വീട്ടിൽ കൂടിയാലും സൂമിൽ കൂടിയായാലും കിട്ടുകയില്ലെന്നുള്ളത് വാസ്തവമാണ്. ഒരു വസ്തുത ഞാൻ പറയട്ടെ, ലോക്ക്ഡൗൺ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ അല്പം പിന്നിലേക്ക് തള്ളിവിട്ടു എന്നുള്ളത് സത്യമായ കാര്യം. സഭാഹാളുകൾ തുറന്നിട്ടും കൊറോണയുടെ പേരിൽ ആരാധനയ്ക്ക് വരാത്ത ആളുകളുമുണ്ട്. അവർ വിവാഹത്തിന് പോകും, മാർക്കറ്റിലും മാളുകളിലും പോകും, ബേക്കറിയിലും ഹോട്ടലിലും പോകും, യാത്രകൾ ചെയ്യും, അവരവരുടെ ജോലിയും ചെയ്യും. എന്നാൽ അവിടെയൊന്നും അവർ കാണാത്ത കൊറോണയെ അവർ സഭാഹാളുകളിൽ കണ്ടെത്തുന്നു. അതിനാൽ ആരാധന യാതൊരു ദൈവഭയവും കൂടാതെ ഉപേക്ഷിക്കുന്നു എന്നതെത്ര സങ്കടകരമായ കാര്യമാണ്. ഓരോ ആരാധനയും വിശ്വാസിക്ക് വിലപ്പെട്ടതാണ്. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭക്തൻ ഒരാരാധന പോലും നഷ്ടമാക്കുകയില്ല. എന്താണ് അതിൻ്റെ കാരണം? ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാർ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു. അപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? പത്രോസ് അതിനുത്തരമായി പറഞ്ഞു, ദൈവത്തിൻ്റെ ക്രിസ്തു.
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ. എന്തിനു വേണ്ടിയാണ് അവൻ അഭിഷിക്തനായത്? അഭിഷേകം എന്നത് ശുശ്രൂഷയെ കാണിക്കുകയാണ്, ഒരു പ്രത്യേക ശുശ്രൂഷയെ. രാജാവാകുന്നതിനും പുരോഹിതനാകുന്നതിനും അഭിഷേകം അത്യാവശ്യം. നമ്മുടെ കർത്താവ് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം പ്രാപിച്ചവനാണ്. അതെന്താണ്? ഞാനതിനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രതിനിധിയായി, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെയും താങ്കളുടെയും പ്രതിനിധിയായി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ദൈവപുത്രൻ അഥവാ ദൈവത്തിൻ്റെ ക്രിസ്തു പലതും സഹിച്ചു. ഈ ലോകത്തിൻ്റെ അധികാരികളാൽ കൊല്ലപ്പെട്ടു. നീതിമാനെന്ന് വിധിയിരിക്കെ അടിക്കും തുപ്പലിനും അപമാനത്തിനും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൻ, ഭാരമേറിയ കുരിശുമായി ഗോൽഗോഥാ മലമുകളിലേക്ക് അർത്ഥാത് മരണത്തിലേക്ക് നടന്നെടുത്തവൻ, കൈകാലുകളിൽ ആണിയിൽ അടിക്കപ്പെട്ട് ക്രൂശിൽ തൂങ്ങിയവൻ, ഉയർത്തപ്പെട്ട ക്രൂശിൽ കിടന്ന് തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കണമേ എന്നപേക്ഷിച്ചവൻ, ദൈവത്തിനും മനുഷ്യനും മധ്യേ ഏകമധ്യസ്ഥനായി മരണം വരിച്ചവൻ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും പാപിക്കും മധ്യേ മരിച്ചവൻ, യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്നവൻ, അവനെ നാം എങ്ങനെ ആരാധിക്കാതിരിക്കും? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, എൻ്റെ പാപത്തിന് വേണ്ടി, താങ്കളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ ഒരു മധ്യസ്ഥനായി നമുക്ക് പകരമായി നമ്മുടെ മരണം സ്വയമായി ഏറ്റെടുത്ത് മരിക്കാനായി അഭിഷിക്തനായി വന്ന് മരണം സഹിച്ച ക്രിസ്തുവിനെ ഇന്ന് രാവിലെ നാം ആരാധിക്കണം, അവനെ നാം സ്തുതിക്കണം. എന്തുകൊണ്ട്? അവൻ സത്യതയുമാണ്, നിത്യജീവനാണ്, നമ്മുടെ രക്ഷിതാവാണ്. സകല നാവും ഏറ്റുപാടുന്ന നാമം അവൻ്റെ നാമമാണ്. സർവമുഴങ്കാലും മടങ്ങേണ്ടുന്നത് അവൻ്റെ മുമ്പിലാണ്. ആകയാൽ നാമും നമ്മെ തന്നെ അവൻ്റെ മുമ്പാകെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി അവനെ ആരാധിക്കാം, അവനെ സ്തുതിക്കാം, അവൻ്റെ പാദപീഠത്തിൽ വീഴാം. കർത്താവെ, നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കും അവനെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ആമീൻ.